ഈ സമരം അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുന്നത് വരെ ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഇത് നാടിന് നടുക്കിയിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊരു ആദ്യത്തെ സംഭവമല്ല, പക്ഷെ ഇത് അവസാനത്തേതാകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇനി ഒരാൾ പോലും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഈ നാട്ടിൽ, ഈ മലയോര മണ്ണിൽ ഒരാൾ പോലും വീണു പോകരുത്, മരിക്കരുത്, അപകടം പറ്റരുത് എന്നുള്ളത് ഞങ്ങളുടെ ദൃഢനിശ്ചയമാണ്. അതിനേതറ്റം വരെയും പോകണമോ അത്രയും ഞങ്ങൾ പോകാൻ തയ്യാറാണ്. നാളെ പൊതുസമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതേത് വിധത്തിൽ വേണമെന്ന് നേതൃത്വത്തോട് ആലോചിച്ചിട്ട് ഉടൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും, നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് വരുന്ന വിവരം കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നല്ല ഒരു തീരുമാനമാണ്. അതൊരു കാട്ടുപോത്തിനെ വെടിവെച്ചതോടുകൂടി പ്രശ്നം തീരുന്നില്ല. കാരണം ഇന്നലെ കൂരാച്ചുണ്ടിൽ ഇറങ്ങിയ കാട്ടുപോത്തല്ല ഇന്ന് കക്കയത്ത് ആക്രമണം നടത്തിയിട്ടുള്ള കാട്ടുപോത്ത്. അത് രണ്ടും രണ്ടാണ്, അല്ലെങ്കിൽ പലതാണ്. അപ്പോൾ ഇതിനെല്ലാം ഈ നാട്ടിൽ തുരത്തിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ മനുഷ്യന് സ്വൈര്യമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, അവൻ്റെ മണ്ണിൽ പണിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, അവന് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കളക്ടറുടെ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഗവൺമെൻറ് തലത്തിൽ നിന്ന് നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കണം. വലിയ നഷ്ടപരിഹാരം തന്നെ അവർക്ക് ലഭിക്കണം. ഞങ്ങൾ പറഞ്ഞതുപോലെ 50 ലക്ഷം രൂപയെങ്കിലും ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ ഈ അവസരത്തിൽ സാധിക്കുകയുള്ളൂ. നാളത്തെ സമരം എങ്ങനെയായിരിക്കും തീരുമാനത്തിൽ എന്തെത്തിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് കൃത്യമായ തീരുമാനം എത്തിയിട്ടില്ല. അത് നേതൃത്വത്തോടുകൂടി ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും കാട്ടുപോത്ത് പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ ചിത്രങ്ങളും പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും വനവകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തിരുന്നോ? വനവകുപ്പ് അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും എടുത്തതായിട്ട് ഞങ്ങളുടെ ആരുടെയും അറിവിലില്ല. ഇന്നലെ കൂരാച്ചുണ്ടിൽ ഇറങ്ങിയ കാട്ടുപോത്തിൻ്റെ പുറകെ കുറേ വനപാലകർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോയി എന്നല്ലാതെ അതിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് അക്കരെ കടത്താനുള്ള ശ്രമമാണ് നടത്തിയത്. അതിൽ കുറേയൊക്കെ അവർ വിജയിച്ചിട്ടുണ്ടാകാം, പക്ഷേ അത് ശാശ്വതമായിട്ടുള്ളൊരു വിജയമല്ല. കാട്ടുപോത്ത് വീണ്ടും ഭക്ഷണം തേടിയും വെള്ളം തേടിയും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അപ്പോൾ അതുങ്ങളെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന് സ്വൈരമായിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ശാശ്വതമായ പരിഹാരം എന്നുള്ളത് അവയെ നശിപ്പിക്കുക, കൂട്ടത്തോടെ കൊന്നൊടുക്കുക എന്നുള്ളത്. കൂട്ടത്തോടെ കൊല്ലുക എന്നല്ല, മനുഷ്യൻ അധിവസിക്കുന്ന മണ്ണിലേക്ക്, മലയോര കർഷകൻ പണിയെടുക്കുന്ന മണ്ണിടങ്ങളിലേക്ക്, അവൻ്റെ കൃഷിഭൂമിയിലേക്ക് അവ വരാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഫെൻസിങ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ അത് പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ വന്യമൃഗങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊല്ലണമെന്നൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടരുമല്ല.